സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതിൽ നിലപാട് വ്യക്തമാക്കി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. സിപിഎം സർക്കാർ തീരുമാനത്തിനൊപ്പമാണെന്ന് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണ്. പാർട്ടിയും സർക്കാരും രണ്ടു നിലപാടെടുക്കാൻ ഒരു വ്യക്തിരക്തതയും ഇല്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെന്റ് യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും 3 ആളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നിന്ന് ഗവൺമെൻറ്റാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ഹക്കീമായിരുന്നു എന്ന്. ഹക്കീമത്തെയും ടി ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. രവദ ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ MP ജയരാജൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2 ആളുകൾ ചേർന്ന്, 2 ആളെന്ന് പറയുമ്പോൾ ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥ. അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ച ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല. ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായി പറ്റിയ ഒരാൾ എന്ന നിലയിൽ ആ തിരഞ്ഞെടുത്തുന്നത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. കേന്ദ്രം നൽകിയ ലിസ്റ്റിൽ നിന്നാണ് സർക്കാർ തീരുമാനം എടുത്തതെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ തീരുമാനത്തെ പാർട്ടി അംഗീകരിക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പി ജയരാജൻ പറഞ്ഞത് എതിർപ്പല്ലെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നു പറഞ്ഞത് എങ്ങനെ എതിർപ്പാകുമെന്നും എം.വി. ഗോവിന്ദൻ ചോദിച്ചു.